നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ചില ആഴ്ചകളായി കഴിഞ്ഞ 12 ആഴ്ചകളിലും റോമാലേഖനത്തെ കുറിച്ചുള്ള ധ്യാനം ആയിരുന്നു നടത്തിയിരുന്നത്. ഇന്നും അത് തുടരുവാൻ ഇഷ്ടമുള്ള ഭാഗങ്ങളിലേക്ക് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം അതിൽ 7 വാക്യങ്ങൾ വരെയുള്ള ഭാഗങ്ങൾ ധ്യാനിക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് സഹായിച്ചു. ഇന്ന് അതിൻ്റെ 8 വാക്യം മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ഇന്ന് മുതലുള്ള ധ്യാനത്തിന് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആധാരമായി വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 1-ന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കും. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിൽ പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിനെ അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ഈ 8 വാക്യം മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ആമുഖത്തിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നതാണെങ്കിലും ഈ വാക്യങ്ങളിൽ ആത്മാർത്ഥമായി നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസിന്റെ ഹൃദയത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ഉത്തമ ദൈവദാസന്റെ മാതൃകാപരമായ ഹൃദയം ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. നാം അതിലേക്ക് പോവുകയാണ്. 8 വാക്യം മാത്രം ഒന്ന് വായിക്കാം. നിങ്ങളുടെ അപ്പോസ്തലനാകുന്ന പൗലോസ് റോമിലുള്ളവരെ കുറിച്ച് പറയുകയാണ്. നിങ്ങളിൽ ഉള്ള വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു എന്നതിനാൽ ഞാൻ ആദ്യം തന്നെ ദൈവത്തിനെ യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. താൻ ഇന്നു വരെ സന്ദർശിച്ചിട്ടില്ലാത്തൊരു സഭയാണ് റോമാസഭ. തന്റെ ശുശ്രൂഷയിൽ ആരംഭിച്ചതുമല്ല റോമാസഭ. വേറെ ചില സഹോദരന്മാരാൽ ആരംഭിച്ചതായ റോമിലുള്ള സഭയെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വളരെ ജാഗ്രതയോടെ അന്വേഷിച്ചിട്ട് അവരെ കുറിച്ച് കേട്ടിട്ടുള്ള അറിവുകളാണ് ഇവിടെ പറയുന്നത്. പൗലോസ് ഒരു വർത്തമാനം അവരെ കുറിച്ച് കേട്ടു. എന്താണ് അപ്പോസ്തലനായ പൗലോസ് കേട്ട വർത്തമാനം? അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ച, നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ചുള്ള സർവ്വലോകത്തിലും പ്രസിദ്ധമായ വിശ്വാസം. അപ്പോൾ റോമിലുള്ളവരുടെ വിശ്വാസം എന്ത് ചെയ്തിരിക്കുന്നു? സർവഭൂതലത്തിലും ആമേൻ പ്രസിദ്ധമാണ്. ഇത് പറയുമ്പോൾ ആമേൻ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ ഉള്ളിൽ കിടക്കണം. റോമിലുള്ള സഭ അപ്പോസ്തലനാകുന്ന പൗലോസ് സ്ഥാപിച്ചതല്ല. തനിക്ക് അവിടെയുള്ള ചിലരെ വ്യക്തിപരമായി അറിയാം എന്നതല്ലാതെ വേറെ യാതൊരു വിവരവും അവരെ കുറിച്ചില്ല. താൻ ആദ്യമായിട്ട് അവിടെ സന്ദർശിക്കുവാൻ തന്റെ ആഗ്രഹം വെളിപ്പെടുത്തി എഴുതിയതാണല്ലോ റോമാലേഖനം. അപ്പോൾ വേറൊരാൾ ആരംഭിച്ച, വേറെ ഏതോ ദൈവദാസനാൽ ആരംഭിക്കപ്പെട്ട, നല്ല രീതിയിൽ നടക്കപ്പെടുന്ന ആ സഭയെ കുറിച്ച് അഭിനന്ദിക്കാൻ ഉള്ള നല്ല വിശാല മനസ്സ് അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആമേൻ പ്രൈസ് ദി ലോർഡ്, നമുക്ക് നമ്മുടേതല്ലാത്തതിനെയും നല്ലതിന് നല്ലതെന്ന് പറയുന്ന ഒരു നല്ല സ്വഭാവം ആരിലുണ്ട്? അപ്പോസ്തലനാകുന്ന പൗലോസിനുണ്ടായിരുന്നു. തനിക്കല്ലാത്തതെല്ലാം വെടക്കാണെന്ന് പറയുന്ന ആ ദുഷ്ടചിന്ത ആരിൽ കേറിയില്ല? അപ്പോസ്തലനാകുന്ന പൗലോസിനില്ലായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുവാനും അതിനെക്കുറിച്ച് 2 വാക്ക് നല്ലത് പറയാനും ഒരു കർത്താവിന്റെ, ഒരു ക്രിസ്തു ഹൃദയം നമ്മിൽ ഉണ്ടായിരിക്കണമെന്ന് പൗലോസ് തന്റെ ജീവിതത്തെ മാതൃകയാക്കി നമ്മോട് പറയുകയാണ്. ബൈബിള് പഠിക്കുന്ന സമയത്ത് 2 പേര് മാത്രമേ അനുകരിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. തങ്ങള് ഞങ്ങളെ എന്നെ പോലെ ആകുക എന്ന് പറഞ്ഞ് 2 ആമേൻ ചരിത്രമേ ബൈബിളിലുള്ളൂ. ഒന്ന് അപ്പോസ്തലൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നെ അനുകരിപ്പീൻ. പിന്നീട് അത് പറഞ്ഞിട്ടുള്ളത് അപ്പോസ്തലനാകുന്ന പൗലോസ് മാത്രമാണ്. അനുകരിക്കാൻ ഞാൻ യോഗ്യനാണെന്ന്
ഉള്ള ക്രിസ്തുവിലുള്ള ആത്മവിശ്വാസത്താൽ താൻ പറഞ്ഞത് വെറുതെ അല്ല എന്ന് ഈ വാക്യം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മൾ സാധാരണ ഈ ആശ്ചര്യമാരെയും കൽപ്പണിക്കാരെയും പണിക്ക് വിളിച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആദ്യം പണിയുന്ന പണിക്കല്ല, വേറൊരാൾ പണിത പണിയുമേൽ അവർ പണിയെ വന്നാൽ എന്തെങ്കിലും ദോഷം പറയേണ്ട ഒരു പണിത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത് ഇങ്ങനെയല്ല വേണ്ടത്, അത് അങ്ങനെയല്ല വേണ്ടത്. അവർക്ക് അത് ഉൾക്കൊള്ളാൻ വയ്യ. ചിലപ്പോൾ ഇദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ ചെയ്യാൻ കഴിഞ്ഞതിനൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് അവർ, പക്ഷേ ഒരാളും അംഗീകരിക്കാറില്ല. ഇത് ആത്മീയ ഗോളത്തിൽ അങ്ങനെ തന്നെയാ. മറ്റൊരാളുടെ അല്ലെങ്കിൽ അപ്പുറത്തുള്ള സഭ നന്നായി നടക്കുന്നത് കേട്ടാൽ നമ്മളങ്ങനെ അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായി തോന്നുന്ന ഒരു അസൂയ. പകരം സ്തോത്രം കുറവാ വരുന്നത്. അവരെ ഓർത്ത് കർത്താവിത്ര ഭംഗിയോടെ നടക്കുവാൻ അവരെ സഹായിച്ചല്ലോ എന്ന് ഓർത്ത് എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറയും. അതാണ് ക്രിസ്തുവിന്റെ മനസ്സ്. അത് ധാരാളം ആരിലുണ്ടായിരുന്നു? അപ്പോസ്തലനായ പൗലോസിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ കണ്ടിട്ടില്ലാത്തതും താൻ സ്ഥാപിച്ചിട്ടില്ലാത്തതുമായ ഒരു സഭയിൽ അവരുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സർവ്വലോകത്തിലും പ്രസിദ്ധമാകുന്നു എന്ന് പറയുന്ന രണ്ട് കാര്യമാണ് റോമാസഭയിലുള്ളത്. ആദ്യം ഒന്നും നമ്മൾ ഇവിടെ വായിച്ചു, 1:8 വാക്യത്തിൽ അവരുടെ വിശ്വാസം എന്ത് ചെയ്യുന്നു? സർവ്വലോകത്തിലും പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ അവരിൽ വേറൊരു സ്വഭാവം കൂടെ പ്രസിദ്ധമായതുണ്ട്. 16-ാം അധ്യായം 19-ാം വാക്യം വായിച്ചു നോക്കിയ റോമാലേഖനം 16:19. റോമർ 16:19. നിങ്ങളുടെ അനുസരണം, റോമൻ സഭയെ കുറിച്ച് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. മതി. ഇവിടെ പറയുന്നു ഇവരുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമാണ്, ഇവരുടെ അനുസരണവും പരക്കെ പ്രസിദ്ധമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവസഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ട രണ്ട് ക്യാരക്ടേഴ്സ് ഇവിടെ ഉണ്ട്, രണ്ട് വിശ്വാസങ്ങൾ. ഇതിനകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ നമുക്കിതിൽ കാണാൻ കഴിയും. ദൈവത്തോടുള്ള വിശ്വാസവും ദൈവത്തോടും ദൈവവചനത്തോടും ദൈവിക ശുശ്രൂഷകന്മാരോടുമുള്ള അനുസരണത്തിലും തികഞ്ഞതായിരിക്കണം ഒരു ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ടതായി തീരണമെങ്കിൽ. ഈ രണ്ട് കാര്യങ്ങളും എവിടെയുണ്ട്? സമൃദ്ധമായി ഈ സഭയ്ക്ക് ഉണ്ടായിരുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പൗലോസ് ലേഖനം എഴുതുമ്പോൾ കണ്ടിട്ടില്ലാത്തവരെ കുറിച്ച് എത്രമാത്രം സൂക്ഷ്മമായി നിരീക്ഷണം നടത്തിയെന്ന് നമ്മൾ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് എല്ലാ സഭകളെ കുറിച്ച് ഇത്തരത്തിലാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല. പൗലോസ് താൻ നേരിട്ട് സ്ഥാപിച്ച സഭകളെ കുറിച്ച് വളരെ കർശനമായി വിമർശിച്ചത് കാണുവാൻ നമുക്ക് കഴിയും. താൻ സ്ഥാപിച്ചിട്ടില്ലാത്ത റോമാ സഭയിലെ വിശ്വാസികളുടെ വിശ്വാസത്തെയും അനുസരണത്തെയും അഭിനന്ദിക്കുകയും അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അവരുടെ സ്വഭാവ ഗുണങ്ങളെ ഓർത്ത് തന്നിൽ തന്നെ സന്തോഷിക്കുകയും ചെയ്ത പൗലോസ് എല്ലാ സഭകളെ കുറിച്ച് അത് പറഞ്ഞില്ല. താൻ സ്ഥാപിച്ച കൊരിന്ത്യ സഭയെ കുറിച്ച് താൻ വളരെ കർശനമായി ചില കാര്യങ്ങൾ വിമർശിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവരിലുള്ള കാരണങ്ങൾ, പൗലോസ് കൊരിന്ത്യ സഭയെ വിമർശിച്ചതിന്റെ കാരണങ്ങൾ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 11 മുതലുണ്ട്. 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മുതൽ. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. മതി. കൊരിന്ത്യ സഭയെ കുറിച്ച് അതിന്റെ ആരംഭ വാക്കുകളിൽ പറയുന്നത്, അങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാതെ ക്രിസ്തു യേശുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. സഭ ധരിച്ചത് തങ്ങളുടെ അകത്ത് വെളിപ്പാടുണ്ട്, പ്രവചനമുണ്ട്, ദൂതകളുണ്ട്, രോഗശാന്തിയുണ്ട്,
അങ്ങനെ കൃപാവരങ്ങൾ, എഴുതപ്പെട്ട കൃപാവരങ്ങൾ 9 ഒരുപോലെ ജ്വലിച്ചു നിൽക്കുന്ന സഭയാണ്. സഭയിലുള്ള എല്ലാവരും നല്ല മിടുക്കരാണ്, നല്ലവരാണ്. ഇനി കർത്താവ് ഇങ്ങോട്ട് വന്നാൽ മതി. കർത്താവിൽ നിന്നവർ ഇങ്ങോട്ട് താഴേക്ക് വന്നാൽ മതി. ആമേൻ. ഞങ്ങൾ അപ്പം പോകും എന്നുള്ള മനോഭാവം. നമ്മുടെ ഈ മനോഭാവങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ കർത്താവ് വന്ന സ്വർഗത്തിലേക്ക് പോകാൻ ആമേൻ പോകുന്ന ഉറപ്പുള്ളവർ കൈവന്തിക്കാൻ പറഞ്ഞാൽ നമ്മളെല്ലാവരും കൈവന്തിക്കില്ലേ? ഇല്ലെങ്കിൽ നമ്മളെ ആരാധന ചലം ചിന്തിക്കില്ലേ? കൈ പൊന്തിച്ചില്ലെങ്കിൽ സത്യസന്ധമായി ഒരിക്കൽ ഞാൻ മത്സയുടെ പിതാവിന്റെ ഓപ്പറേഷനായിട്ട് നിൽക്കുകയാണ്. സ്വസ്ഥതയ്ക്ക് കയറി തിയേറ്ററിലേക്ക് രോഗിയെ കയറ്റി. ഞങ്ങൾ അവിടെ പുറത്ത് നിൽക്കുകയാണ്. പുറത്ത് നിൽക്കുമ്പോൾ അന്ന് തന്റെ ലോക്കൽ സഭയുടെ പാസ്റ്ററായ ഒരു കർത്താവിന്റെ ദാസൻ ഞാനും കൂടെ ഒരുമിച്ച് ഒരു ബെഞ്ചിൽ ഇരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡേവിസ് പാസ്റ്ററെ, ഇപ്പൊ കർത്താവ് വന്ന നമ്മൾ സ്വർഗത്തിൽ പോവോ? അത് ഞാൻ ചോദിച്ചു, എന്താ പാസ്റ്ററെ അങ്ങനെ സംശയം പറഞ്ഞ് ചോദിച്ചപ്പോൾ ആ ദേവദാസൻ സത്യസന്ധമായി പറയുകയാണ്, എന്തായാലും ഞാൻ പോയില്ല. ഒരു സഭയുടെ അധ്യക്ഷൻ പറയുന്നു ഞാൻ പോവില്ലെന്ന്. നിങ്ങൾ വിചാരിക്കും ആ മനുഷ്യൻ എന്താന്ന്. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഞാൻ ചോദിച്ചു, എന്റെ പാസ്റ്റർക്ക് അങ്ങനെ തോന്നാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ സഭയിലെ ഇലക്ഷനും കമ്മിറ്റിയും പ്രിസ്പെക്ടറിയും ഒക്കെ ഉള്ളതല്ലേ, ഞാൻ അതിലേക്ക് നന്നായി കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ തനിക്ക് അറിയാം തന്റെ തെറ്റുകൾ, തന്റെ കുറവുകൾ എന്തെന്ന് ദൈവദാസൻ അറിയാം. അതുകൊണ്ട് താൻ ദൈവത്തിൽ നിരപ്പ് പ്രാപിച്ചാൽ തനിക്ക് പോകാൻ തടസ്സങ്ങളൊന്നുമില്ല. എന്നാൽ നിരപ്പ് പ്രാപിക്കണം. വീണ്ടെടുത്ത് കിടന്ന് ഉരുണ്ടത് അല്ലെങ്കിൽ വീട് സർക്കസ് ആക്കുകയല്ല. ഏതിൽ നിന്ന് വീണു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുവാൻ ഞാനും നിങ്ങളും എല്ലാ സഭകളും തയ്യാറായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, അങ്ങനെ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി. ഇതിന്റെ അകത്ത് ഒരു ദൈവശാസ്ത്രമുണ്ട്. അത് ഏതായാലും ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരാൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ആള് പ്രാർത്ഥിച്ചപ്പോൾ രോഗി സൗഖ്യമായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം ഒരു പ്രവചന ശുശ്രൂഷ ഒരാൾ വെളിപ്പെടുത്തി എന്നതുകൊണ്ട് അയാള് ഒരു ദൈവദാസൻ ആയിരിക്കണമെന്നില്ല. കൺഫ്യൂഷനിലേക്ക് പോകല്ലേ, ഞാൻ പറഞ്ഞ് മുഴുവൻ കേട്ടോളൂ. കാരണം യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ഒരു കൂട്ടർ ചെന്നു. അവർ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, അശുദ്ധാത്മാക്കളെല്ലാം പുറത്താക്കി, മരിച്ചവരെ ഏൽപ്പിച്ച രോഗികളെ സൗഖ്യമാക്കി. കർത്താവിനെ വിളിച്ചെന്താണ്? അധർമ്മം ചെയ്യുന്നവരെ ഞാൻ നിങ്ങൾ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഭൂമിയിൽ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അത് വിശുദ്ധിയുടെ, ഒരു വ്യക്തിയുടെ വിശുദ്ധിയുടെ ലക്ഷണം അല്ല. അത് വിശുദ്ധീകരണത്തിന്റെ ലക്ഷണമല്ല. കൃപാവരങ്ങൾ ആവശ്യക്കാരനും സന്ദർഭമായി ദൈവം ചിലരെടുത്ത് ഉപയോഗിച്ചു എന്നത് മാത്രമാണ്. അല്ലാതെ ആ വ്യക്തിയുടെ വിശുദ്ധിക്ക് ആണ് വിശുദ്ധനായതുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നുള്ള തെറ്റിദ്ധാരണയോടുകൂടി അനേകതി ദൈവത്തെക്കാൾ അവൻ ദൈവത്തെക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ളവരെ ബഹുമാനിക്കുന്നതും അവരെ ആദരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കൃപാവരത്തിന് കുറവില്ലാത്ത ദൈവസഭ, കൊരിന്തിലെ ദൈവസഭയിൽ ഇതേപോലെ എല്ലാം നിറഞ്ഞ ആരാധനയ്ക്ക് കൃപാവരങ്ങൾ ജ്വലിക്കുമ്പോൾ അതിന്റെ അകത്ത് എന്തുണ്ട്? നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളുണ്ടെന്ന്, അഥവാ ഗ്രൂപ്പുകളുണ്ടെന്ന് ആമേൻ ഞാൻ ക്ലേവയിൽ ആളുകളാൽ കേട്ടിരിക്കുന്നു. ഇനി ബാക്കി വായിച്ചു. നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു. നിങ്ങൾ 4 ഗ്രൂപ്പ് അതിന്റെ അകത്തുണ്ട്. ഇപ്പോൾ 4 വിഭാഗം കൊരിന്ത്യ സഭയിലുണ്ട്. ഏത്? കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് കാത്തിരിക്കുന്ന സഭ. അവരെ ദൈവം എങ്ങനെ കാണും, കർത്താവ് എങ്ങനെ കാണുന്നു എന്നവർ ചിന്തിക്കുന്നില്ല. ലബോദിക്ക സഭയെ പോലെയാണ്. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, ഞാൻ മുട്ടില്ലാത്തവൻ, ഞാൻ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു ലബോദിക്ക സഭയോട്, നീ നഗ്നനാണ്, നീ ദരിദ്രനാണ്, നീ അരിഷ്ടനാണ്, നീ കുരുടനാണ്. അവൻ എന്തെല്ലാം കർത്താവിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നാം നമ്മെ കുറിച്ച് കാണുന്ന ആത്മീക നിലവാരമല്ല, അഗ്നിജാനിക്കൊത്ത കണ്ണുകളുള്ളവൻ നമ്മെ കാണുമ്പോഴുള്ള നിലവാരം. നാം ക്രമീകരിക്കേണ്ടത് ക്രിസ്തു യേശു എന്നതായ നമ്മുടെ സഹോദരനോട് അനുരൂപപ്പെടുവാൻ എത്രമാത്രം
നമുക്ക് സാധിച്ചിട്ടുണ്ട്. ക്രിസ്തു സ്വഭാവം എത്രമാത്രം ഉൾക്കൊള്ളുവാൻ ഈ ക്രൈസ്തവ ഇത്രയും വർഷത്തെ ക്രിസ്ത്യ ജീവിതം നമ്മെ സഹായിച്ചിട്ടുണ്ട്. ഈ ക്രിസ്തുവിനോട് അവൻ ദൈവ സ്വഭാവത്തോട് അനുരൂപപ്പെടുകയാണ് ദൈവികമായ നമ്മുടെ വളർച്ച. അല്ലാതെ ഇവിടെ കാണുന്നതല്ല. അത് വേണ്ടെന്നല്ല, അത് അത്യാവശ്യമാണ്. ഈ വളർച്ച പ്രാപിക്കാൻ ഇവയും അനിവാര്യങ്ങളാണ്. നമ്മുടെ അപ്പുറത്തൊരു മില്ലുണ്ടല്ലോ, കൊപ്ര മില്ല്, വെളിച്ചെണ്ണ മില്ല്. ആ മില്ല് ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപന ഉദ്ദേശം എന്ന് പറയും. ആ മില്ല് ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ സ്ഥാപന ഉദ്ദേശം കൊപ്രയാട്ടി വെളിച്ചെണ്ണ എടുക്കുക എന്നുള്ളതാണ്. വെളിച്ചെണ്ണ പ്രൊഡ്യൂസ് ചെയ്യുവാൻ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ആ മില്ല്, കൊപ്ര മില്ല് ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവിടെ ചെന്നാൽ കൊപ്രയ്ക്കൊപ്പം വെളിച്ചെണ്ണ കൊപ്പണം പിണ്ണാക്ക് വാങ്ങിക്കാൻ കിട്ടും. പിണ്ണാക്ക് വാങ്ങിക്കാൻ കിട്ടും. വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് പിണ്ണാക്ക്. ആരും ചോദിക്കേണ്ട, അതിനുവേണ്ടി മില്ലുണ്ടാക്കണ്ട. പിണ്ണാക്ക് ഉണ്ടാക്കാൻ ആരും മില്ലുണ്ടാക്കണ്ട. സ്വാഭാവികമായ ഒരു പ്രൊഡക്ഷനാണ് പിണ്ണാക്ക്. അതിനെ കുറിച്ച് പറയുന്നു, കൊപ്ര മില്ലില് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉളവാകുന്ന ബൈ പ്രോഡക്റ്റ്, ഉപ ഉൽപ്പന്നമാണ് പിണ്ണാക്ക്. നിങ്ങൾ ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പിണ്ണാക്കുണ്ടാക്കാൻ മില്ലുണ്ടാക്കിയത്? ഞാൻ കേട്ടിട്ടില്ല. വെളിച്ചെണ്ണയാട്ടം മില്ലുണ്ടാക്കുന്നു. ആക്കുമ്പോൾ സ്വാഭാവികമായ അതിന്റെ ചണ്ടി പിണ്ടിയാറ്റത് പിണ്ണാക്കായിട്ട് കടന്നു വരും. ഇന്ന് പല ദൈവമക്കൾ മനസ്സിലാക്കുക, യേശു ക്രിസ്തുവിനെ ഉയർത്തപ്പെടുമ്പോൾ, യേശു ക്രിസ്തുവിനെ രക്ഷയിലേക്ക് ഒരു വ്യക്തി നയിക്കപ്പെടുന്നത് അത്ഭുതങ്ങൾ കൊണ്ടല്ല. അത്ഭുതങ്ങൾ ഒരു പക്ഷേ അടയാളങ്ങളാൽ യേശുവിനെ കാണിച്ചു കൊടുക്കാം. എന്താണ് അടയാളങ്ങൾ, അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്? ക്രൂശിന്റെ മേൽ കിടക്കുന്ന യേശു ക്രിസ്തു അവൻ നിന്റെ സകല പാപങ്ങളും പോക്കി രക്താംബരം പോലെ കടുഞ്ചൂപ്പായിരുന്ന നിന്റെ സകല പാപങ്ങളെ ശാപങ്ങളെ ക്രൂശിൽ തന്നെ ഒഴുക്കപ്പെട്ട ചോരയാൽ കഴുകി കളഞ്ഞ് വിശ്വസിക്കുന്നവൻ ആത്മരക്ഷ കൊടുക്കുന്നുണ്ട്. അത് വിശ്വസിച്ചാൽ നീ രക്ഷപ്പെടും. അത്ഭുതം നടന്നുകൊണ്ട് രക്ഷപ്പെടില്ല. നിനക്കൊരു ദൂത് കേട്ടത് കൊണ്ട് നീ രക്ഷപ്പെടില്ല. രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തോട് നിരപ്പാകണം. അപ്പൊ ഇവിടെ ഈ കൊരിന്ത്യ സഭ 4 ഗ്രൂപ്പായി നിന്ന് തിരിഞ്ഞാണ് ആരാധന. അതിന് കുറവൊന്നുമില്ല, കൃപാവരങ്ങൾക്കും കുറവൊന്നുമില്ല. ആ ഗ്രൂപ്പിനെ കുറിച്ചൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഒരു കൂട്ടര് പറഞ്ഞു, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ. ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം, ഈ സഭ സ്ഥാപിച്ചത് ആരാണ്? അപ്പോസ്തലനാകുന്ന പൗലോസ്. അപ്പൊ ഞങ്ങളുടെ സഭ സ്ഥാപിച്ചത് പൗലോസ് പോയതുകൊണ്ട് ഞങ്ങൾക്ക് പൗലോസ് വേണം എന്ന് പറഞ്ഞ് പൗലോസിനോട് കൂടെ ഒരു കൂട്ടരെ. രണ്ടാമത്തെ ഗ്രൂപ്പ് ഏതാ? അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ. വളരെ ആത്മീയായ അതിൽ പ്രാസോപ്പിച്ച് ഞാൻ പറയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, സുവിശേഷം പറഞ്ഞേക്കാൾ ഉപരി ഭഗവത്ഗീതയും അതേപോലെ തന്നെ മറ്റുള്ളതൊക്കെ ഇങ്ങനെ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് കഥാപ്രസംഗം നടത്തുന്ന ആളുകളുണ്ട്. ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ കേൾക്കാൻ ഇരിക്കാറില്ല. ആളുകൾ ഇപ്പോൾ പെന്തക്കോസ്തുകാർക്ക് ഇപ്പൊ കോമഡി പ്രോഗ്രാം ഇല്ലല്ലോ, നമുക്ക് മിമിക്രി ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് ചില ആളുകളെ വിളിച്ച് കൺവെൻഷൻ കേൾക്കുകയാണ് ഇപ്പോഴത്തെ പരിപാടി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ഇപ്പോൾ അവര് തമാശ അവതരിപ്പിച്ചു, ചിരിക്കാൻ ഇഷ്ടം പോലെ വകയുണ്ട്. 5 പൈസ കൊടുക്കണ്ട, സംഘാടകർക്ക് എന്തെങ്കിലും ഒരു പിരിവ് കൊടുത്താൽ മതി, അത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്വകാര്യത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവിടെ പോയി ഇഷ്ടംപോലെ ചിരിക്കാം, നോക്കുക. ഈ വകയുള്ള മടിച്ച തമാശയ്ക്കും ആക്ഷേപത്തിനും പരിഹാസത്തിനും ക്രൂശിനെ അപമാനിക്കുന്ന സുവിശേഷകരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ ഇന്ന് അനേകതി ആളുകൾ മൊബൈൽ ഫോൺ ഞെക്കണത് എന്തിനെന്നറിയോ? ഈ തമാശക്കാരാണ്. നമുക്ക് കോമഡി ഇല്ല, ഞങ്ങൾ പ്രസംഗം കേട്ട. കാരണം കോമഡിക്കാരൻ എന്താ പറയാ, കോമഡിക്കാര് പറഞ്ഞേക്കാൻ നല്ല കോമഡി ഇവര് പറയുന്നത്, നല്ല പരിഹാസം, അങ്ങനെ അസ്ഥി തൊടുന്ന തമാശ പറഞ്ഞ് അതിലൊരു രസം തോന്നുന്നു പലർക്കും. അത് കേട്ടിരിക്കുന്ന സുഖം ഇല്ലേ? ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ലജ്ജയായ മാനം തോന്നുന്ന തലമുറയാണ് എന്റെയും നിങ്ങളുടെയും തലമുറ. ദൈവത്തിന്റെ ക്രൂശിനെ ഉയർത്താത്ത സുവിശേഷം. ഞാൻ അടക്കം പോയൊരു കൺവെൻഷൻ ഉണ്ട്, ഞാൻ പേര് പറയുന്നില്ല. ലോക പ്രസിഡന്റായ കർത്താവിന്റെ ദാസനാണ് പ്രസംഗിച്ചത്. അദ്ദേഹം പ്രസംഗിച്ചിട്ട് യേശു ക്രിസ്തു പാപങ്ങളെ പരിഹരിക്കുവാൻ ക്രൂശിൽ മരിച്ചെന്നൊരു വാക്ക് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ ഇരിക്കുന്ന പലരും അതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹം പണ്ട് ജനിച്ചപ്പോൾ 4 ചൊല്ലിയ ശ്ലോകങ്ങളൊക്കെ ചൊല്ലിവിടെ ഇല്ലേ? ഭഗവത്ഗീതയിലെ ഉദ്ധരണികൾ ഉദ്ധരിച്ചു, പല കാര്യങ്ങൾ പറഞ്ഞു. യേശു ക്രിസ്തുവിന്റെ പാപങ്ങളുടെ പരിഹാരം ചെയ്ത്
ക്രൂശിന്മേൽ മരിച്ചു. അവരുടെ വിശ്വാസത്തോടെ എനിക്ക് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചനം കിട്ടി, നിത്യജീവൻ പ്രാപിക്കാം. ഈ വാക്ക് ഞാൻ കേട്ടില്ല, നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പല ദൈവമക്കൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിലേക്ക് ഒരാൾ ആകർഷിക്കപ്പെടുന്നത് അത്ഭുതങ്ങൾ, അടയാളങ്ങളാണ്. അടയാളങ്ങൾ ലക്ഷ്യം കാണാറില്ല. അടയാളങ്ങൾ ഒരു മാർഗം കാണിച്ചു തരും, അതിലൂടെ പോകണം. അവിടെ നിന്നിട്ട് സ്വതന്ത്രം എന്ന് പറയല്ലേ. നമുക്ക് കാണാം, റോഡിലൂടെ യാത്ര വണ്ടി ഓടിക്കുമ്പോൾ നിരവധി സ്ഥലത്ത് ഇത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് സ്വതന്ത്രം പറയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊരു പനി വന്നു, നല്ല പനിയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വണ്ടി കയറി പോവുക. അവിടെ ചെല്ലുമ്പോൾ പ്രൈസ് ദി ലോർഡ് ആശുപത്രി പഠിക്കൽ ഒരു ബോർഡുണ്ട്. ഈ രണ്ട് ചുവന്ന കുരിശ് വെള്ളം നനച്ചിട്ടിരിക്കുന്നു. ആശുപത്രിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ആ ബോർഡ് പിടിച്ചിട്ട് എനിക്ക് പനിയുണ്ട്, എനിക്ക് തലവേദനയുണ്ടെന്ന് പറഞ്ഞ് സൗഖ്യമാകുമോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സൗഖ്യം വരും ഇല്ല. അത് കാണിക്കുന്ന ഒരു അടയാളം. നിങ്ങൾ ആശുപത്രിയിലകത്തൊക്കെ അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ച് മരുന്ന് എഴുതി എഴുതി തന്ന മരുന്ന് കഴിച്ചാലേ സൗഖ്യമുള്ളൂ. ഈ ബോർഡ് പിടിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ അടയാളങ്ങളാണ്. അത് യേശുവിനെ കാണിച്ചു തരുന്നു. യേശുവിലേക്ക് പോകാത്ത അടയാളങ്ങൾ വെറും അത്ഭുതങ്ങളായി അവർ അവസാനിപ്പിക്കും. യേശുവിന്റെ അടുക്കലേക്ക് എത്തണം. ഈ അടയാളങ്ങൾ അതിനുവേണ്ടിയ കർത്താവ് പറഞ്ഞത്. അപ്പൊ സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് യേശു തന്റെ ശുശ്രൂഷയിലെല്ലാം രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാണ്? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം വായിക്കേണ്ട 20-ാം അധ്യായത്തിന്റെ അവസാനം ഇത് പറയുന്നു. കർത്താവ് അവരോട് കൂടി ഇരുന്നു. അവരാ നടന്ന അടയാളങ്ങളാണ് വചനത്തെ ഉറപ്പിച്ചു പോകും. അപ്പൊ എന്തിന്റെ അത്ഭുതങ്ങൾ അടയാളങ്ങളും? വചനത്തെ ഉറപ്പിക്കാം. അപ്പൊ വചനം പറഞ്ഞില്ലെങ്കിൽ എന്തിനാ ഉറപ്പിക്കുന്നത്? അവനവനെ തന്നെ. അതുകൊണ്ടല്ലേ ടി വിയിലേക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. പലർക്കും നമ്മുടെ ആളുകൾക്ക് പോലും വിവേചനം എന്താണെന്ന് അറിയില്ല. പ്രൈസ് ദി ലോർഡ്. അവര് പറഞ്ഞു ഹല്ലേലൂയ, ഇവിടെ പ്രാർത്ഥിച്ചു. ആമേൻ. ഈ കുട്ടിക്ക് രണ്ട് നല്ല ആൾക്കാരെ പുറത്ത് നിൽക്കുന്നുണ്ടാവും. അവർ ഓരോരുത്തരെ വിളിച്ചു. ആമേൻ. ദേവദാസനെ പാസ്റ്ററെ, ഈ സഹോദരി ഇന്നെ പോലെ വന്നത് അതെ. അവർ ഒന്നും വിളിച്ചു. എന്നിട്ട് മയക്ക കൊടുത്തു, പറയും, സാക്ഷി പറയും. അപ്പൊ ഇദ്ദേഹം തന്നെ പറയാൻ പറയുന്നത് സാക്ഷി. ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രമേ പറയാവൂ. ആമേൻ. അത് പറഞ്ഞു കഴിഞ്ഞ് കർത്താവ് സൗഖ്യമാക്കി. കർത്താവ് പിടിവെച്ച് എല്ലാവരും സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. എന്തൊരു സന്തോഷം. അവിടെ ഉയർത്തപ്പെടുന്നത് ആരാ? ഉയർത്തപ്പെട്ടത് ആര്? കർത്താവാണോ? അല്ല, പ്രാർത്ഥിച്ച ആളല്ലേ. ആ പ്രാർത്ഥിക്കുന്ന ആളല്ലേ. യേശു ക്രിസ്തു പറഞ്ഞ വാക്കെന്താണ്? ആമേൻ. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഞാനും ഉയർത്തപ്പെടും. ഞാൻ ഉയർത്തപ്പെട്ടാൽ ആമേൻ സകലരും എന്നിലേക്ക് നോക്കി രക്ഷപ്പെടാം. ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഉയർത്താത്ത സുവിശേഷ പ്രവർത്തനങ്ങളും ക്രൂശിക്കപ്പെട്ട യേശുവിനെ പറയാത്തതായ സുവിശേഷവും സ്വീകരിപ്പാൻ നമുക്ക് ആവശ്യമില്ല. എന്നാൽ ഇവിടെ ഇവര് പറയുന്നു, ഇവിടെ ഉയർത്തപ്പെടുന്നത് വ്യക്തി ജീവിതങ്ങളാണ്. ഒരു കൂട്ടർ ഒരു കട്ടക്കിരിക്കുന്നു. അവര് പറയുന്നു ഞങ്ങൾ പൗലോസിന്റെ ആൾക്കാരാ. അപ്പൊ ആ കാലഘട്ടത്തിൽ പ്രാസം ഒപ്പിച്ച് വളരെ വാചാര്യത്തോടെ യഹൂദന്മാർക്ക് ശബ്ദിക്കാൻ വന്ന മിണ്ടാതാക്കാൻ കഴിയുന്ന വാഗ്മിയായിരുന്നു അപ്പല്ലോസ് എന്ന ചെറുപ്പക്കാരൻ. നല്ല വാചാര്യത്തോടെ പ്രാസം ഒപ്പിച്ച് ആർക്കും അങ്ങനെ ഉള്ളയ്ക്ക് പേര് കൊടുത്ത് ആമെ വാക്കിന് വെട്ടിന് മുടക്കിന് കൊടുക്കാൻ കഴിവുള്ള പ്രാപ്തനായ ആമെ യഹൂദ പ്രമാണങ്ങളിലേക്ക് നല്ല പാണ്ഡിത്യമുള്ള, ആര് ചോദിച്ചാലും ഉത്തരം കൊടുക്കാൻ പ്രാപ്തനായ അപ്പല്ലോസ്, വാഗ്മിയായ അപ്പല്ലോസിന് ചെറുപ്പക്കാർ ഒരു പക്ഷെ വിചാരിച്ചിരിക്കും ഇയാള് കൂടെ നിൽക്കാന്ന്. കാരണം അയാള് ഭയങ്കര പ്രസംഗല്ലേ. അപ്പൊ രണ്ടാമത്തെ ഗ്രൂപ്പ്. മൂന്നാമത്തെ ഗ്രൂപ്പ് ആരാണ്? കേഫ. ആ കേഫായുടെ പക്ഷക്കാർക്ക് ഒരു യഹൂദ പക്ഷപാതമുണ്ട്. അവർക്ക് യഹൂദ പക്ഷപാതമുണ്ട്. ഈ യഹൂദന്മാരിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് വന്നവരെ യഹൂദ സഭകളിൽ നിന്ന് യഹൂദന്മാരായവർ മുന്നോട്ട് വന്നവര്. അപ്പോൾ അവര് പറഞ്ഞു സഭ ഏൽപ്പിച്ചത് കർത്താവ് ആരെയാണ്? പത്രോസിനെ. സ്ഥാപിച്ചത് പൗലോസാണെങ്കിലും കർത്താവ് ഏൽപ്പിച്ചത് ആരെയാ? പത്രോസിനെയല്ലേ, കേഫാവിനെയല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ആരാണ്? ആ ഗ്രൂപ്പാണ്. അപ്പൊ മൂന്ന് ഗ്രൂപ്പിനെ മനസ്സിലായില്ലേ? പൗലോസ് എന്റെ ഗ്രൂപ്പ് സ്ഥാപിച്ചവരോടുള്ള ബന്ധത്തിൽ. ആമേൻ. അപ്പോലോസ് എന്ന് പറഞ്ഞത് അന്ന് കാലത്തെ പ്രസിദ്ധ വാഗ്മിയായ പ്രസംഗിയനായതുകൊണ്ട് കേഫാവിന്റെ അഥവാ പത്രോസിന്റെ പേരിലായിരുന്നത്. കർത്താവ് സഭയെ ഭരിക്കുവാൻ നയിക്കുവാൻ ഏൽപ്പിച്ചത് പത്രോസ് ആയതുകൊണ്ട്. നാലാമതൊരു ഗ്രൂപ്പ് അവിടെയുണ്ട്. പലരും പറഞ്ഞു നിങ്ങള് കൊരുന്നിലെ അകത്തെ കാണുന്ന പോലെ കർത്താവിന്റെ ഗ്രൂപ്പിലുള്ളവരാണ്. ഒരു ഗ്രൂപ്പ് എന്താ പറഞ്ഞത്? നമ്മളൊന്ന് വായിച്ച്.
ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ. അയ്യോ, കേൾക്കുമ്പോ തോന്നുന്നു നമുക്ക് ദൈവമേ എത്ര വിശുദ്ധനാണ് അല്ലേ. ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ. നിങ്ങൾക്ക് തോന്നുന്നു അവര് നല്ലവരാണെന്ന്? ഇതിൽ ഏത് ഗ്രൂപ്പാണ് നല്ലത്? ഈ 4 ഗ്രൂപ്പിൽ 3 ഗ്രൂപ്പിനും പറയാൻ എന്തെങ്കിലും അടിസ്ഥാനമുണ്ട്. ഈ 4ാമത്തെ ഗ്രൂപ്പ് എന്തെന്നറിയോ? ഇവർക്ക് ആരുടെ കീഴെ നിൽക്കാൻ മനസ്സില്ല. പത്രോസിന്റെ ഇല്ല, പൗലോസിന്റെ ഇല്ല, അപ്പെല്ലോസിന്റെ ഇല്ല. അപ്പൊ ഇവര് കണ്ടെത്തിയ ഉപായമാണ് ഏതെന്ന് നിങ്ങൾ ആരാണ്? കേൾക്കുമ്പോൾ ആത്മീയതയുണ്ട്. ഓരോരുത്തരും വളയിലും തൊടാനും പോകാത്ത, നമ്മൾ കൈതമുകളിലെ കൂട്ടാൻ അങ്ങോട്ട് ഒഴിയാൻ പറ്റില്ല, ഇങ്ങോട്ട് ഒഴിയാൻ പറ്റാത്ത നിഗളികളാണ് ഈ ഗ്രൂപ്പുകാര്. ക്രിസ്തുവിന്റെ പക്ഷക്കാരെന്ന് വിചാരിച്ചുകൊണ്ട് നല്ലവരാന്ന് വിചാരിക്കല്ലേ ഈ 3 ഗ്രൂപ്പിനേക്കാൾ പൊട്ടവരാ. പക്ഷെ അവര് പേര് വെച്ചിരിക്കുന്ന ആ ഗ്രൂപ്പ് എന്നാ? ഞങ്ങള് ക്രിസ്തുവിന്റെ പക്ഷക്കാരെന്നാ. അപ്പൊ ഈ 4 ഗ്രൂപ്പുകാർ പൊതുവിൽ തെറ്റുകാരല്ലേ? ബാക്കി വായിച്ച് ഞാൻ ക്രിസ്തു പറയുന്ന പോലെ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് തന്റെ പേര് കൂടെയുള്ള ഗ്രൂപ്പിനോട് കൂടി ചേർത്ത് ചോദിക്കുകയാണ്, എന്റെ ഗ്രൂപ്പുകാരായ എന്റെ പേരിൽ അഭിമാനിക്കുന്ന കൊരിന്തിലുള്ള ദൈവസഭക്കാരെ, ക്രിസ്തു വിഭജിക്കപ്പെട്ടുവോ? ക്രിസ്തു വിഭജിക്കപ്പെട്ടുവോ? ഇനി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണം. 3-ന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ച്. ഈ ഭിന്നപക്ഷങ്ങളുള്ള ആളുകളെ കുറിച്ച് പൗലോസ്, അതിലൊരു ഗ്രൂപ്പ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? പൗലോസിന് വേണ്ടിയിട്ടുള്ളത് അല്ലേ? അവരോട് പൗലോസ് പറഞ്ഞ വാക്ക് നിങ്ങൾ കേൾക്കുക. ആകെ സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് ആത്മീകന്മാരോട് എന്ന പോലെയല്ല. എനിക്ക് നിങ്ങളോട് എങ്ങനെയല്ല സംസാരിക്കാൻ കഴിയുന്നത്? ആത്മീകന്മാരോട് പറയുന്നത് പോലെയല്ല എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നത്. ആരാണിവര്? ഒരു കൃപാവരത്തിനും കുറവില്ലാതെ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവർ. അവരെ കുറിച്ച് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ആത്മീയരല്ല. ആത്മീയൻ എന്ന് പറഞ്ഞ പോലെ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ആത്മീയരല്ല. ഇനി വായിച്ചോ. ജഡീകന്മാരോടെന്ന പോലെ. അങ്ങനെ ജഡീകന്മാരെന്ന പോലെ മനുഷ്യരെ എത്ര വർഗമായിട്ട് തിരിച്ചിട്ടുണ്ട്? ആണവെന്നല്ല ഞാൻ ചോദിച്ചത്. വചനപ്രകാരം ഇവിടെ പറഞ്ഞു ജഡീകൻ. ജഡീകനുണ്ട്, ആത്മീകനുണ്ട്. ശരിയാണ്. ഒരു കൂട്ടർ കൂടി ഉണ്ട്, പ്രാകൃതന്മാർ. പ്രാകൃതന്മാർ എന്തറിയില്ല. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു വലിയ വിഷയത്തിനകത്ത് കിടപ്പുണ്ട്. പ്രാകൃതന്മാർക്ക് എന്തില്ല? ദൈവാലോചന മനസ്സിലായി. അവർ ദൈവാത്മാവിൽ വ്യാഖ്യാനിക്കേണ്ടതും വിവേചിക്കേണ്ടതുമായ പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ ആലോചന മനസ്സിലാക്കുകയില്ല. അപ്പൊ ദൈവത്തിന്റെ ആലോചന മനസ്സിലാക്കാത്ത പ്രാകൃത മനുഷ്യനാരാണ്? പുറത്തുള്ളവർ അല്ലെ? യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് കർത്താവ് സ്വീകരിച്ചിട്ടില്ലാത്തവർ. പക്ഷെ ജഡീകനാര അവർ പ്രാകൃതരെങ്കിൽ ജഡീകനാര. ഈ പൗലോസ് പറഞ്ഞ ജഡീകൻ എവിടെയാണ് ഇരിക്കുന്നത്? മനസ്സിലായോ? അപ്പൊ ദൈവസന്നിധിയിൽ ദൈവസഭയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു എന്നും കൃപാവരങ്ങൾ തങ്ങളിൽ ഉണ്ടെന്നും വ്യക്തമായി അഭിമാനിക്കുന്ന ആളുകളെ പൗലോസ് വിളിക്കുന്നു. സഭയ്ക്കകത്തിരിക്കുന്ന ഒരു കൂട്ടരെ വിളിക്കുന്നു, നിങ്ങൾ ആത്മീകരല്ല, ജഡീകർ. അപ്പൊ സഭയ്ക്കകത്ത് ആരുണ്ട്? ജഡീകന്മാരുണ്ട്. ജഡീകന്മാർ പുറത്തുള്ളവരല്ല. അവരെ വിളിച്ച പേര് പ്രാകൃതന്മാർ, ദൈവാത്മാവിനെ വിവേചിക്കാൻ കഴിയാത്തവർ. പ്രാകൃത മനുഷ്യന് ദൈവത്തിന്റെ ആലോചന മനസ്സിലാകുകയില്ല. അത് അവന് ഭോഷത്വമാണ്. എന്നാൽ ആമൻ ദൈവാത്മാവിൽ അറിയപ്പെടുകയും യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു എന്ന് സ്വയം അഭിമാനിക്കുകയും ചെയ്യുന്ന, ആത്മാവിനാൽ നയിക്കപ്പെടാത്ത, ജനത്തിനാൽ നയിക്കപ്പെടുന്ന, ബുദ്ധി കൊണ്ട് നയിക്കപ്പെടുന്ന ആളുകൾ പുറത്തല്ല, അവർ സഭയ്ക്കകത്താണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ ആളുകളാണ് സഭയിൽ എന്തുകൊണ്ട് വരിക? സഭയ്ക്കകത്ത് ഈ പ്രശ്നക്കാരാ ജഡീകന്മാർ. നിങ്ങൾക്ക് സംശയം തോന്നണ്ട, ചില സമയം പോയാലും കുഴപ്പമില്ല. ഇസ്രായേൽ മക്കൾ മരുഭൂമി യാത്ര ചെയ്യുക. എല്ലാ പിറുപിറുപ്പ് ആദ്യം ആരംഭിക്കാമെന്നറിയോ?
എല്ലാ പിറുവിറുപ്പും ഇസ്രായേൽ മക്കളിലൂടെ എല്ലാ പിറുവിറുപ്പിന്റെ ആധാരം ഇസ്രായേൽ മക്കൾ ഏറ്റവും കഠിനമായി ദൈവകോപത്തിനും ശിക്ഷയ്ക്കും ന്യായവിധിക്ക് ഇടയാത്തീർന്നതിന്റെ എല്ലാ മൂല കാരണമായി പ്രശ്നങ്ങൾ ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഒരു സമ്മിശ്ര ജാതിയായി നിൽക്കുന്നില്ലേ? ഒരു സമ്മിശ്ര ജാതി. അവർ പൂർണ്ണമായി ഇസ്രായേലിയരാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ഏതാണ് ഈ സമ്മിശ്ര ജാതി? ഇസ്രായേൽ മക്കളാകുന്ന ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തെ മനസ്സിലാക്കിയ ഒരു കൂട്ടരാണ്. വ്യക്തിപരമായ ആളുകൾ ബന്ധമൊന്നും അവർക്ക് ഇല്ല. അപ്പൊ അവർക്ക് മനസ്സിലായി ഇവരുടെ കൂടെ പോയ വലിയ കുഴപ്പമില്ല. സമ്മിശ്ര ജാതി. ഉദാഹരണം, കൽമഴ പെയ്യാൻ പോവുക. 10 ബാധകളിൽ ഒന്നായി കൽമഴ പെയ്യാൻ പോവുക. ഫറവോനോട് പറഞ്ഞു, തോറ്റിക്കെറ്റി കെട്ടിക്കോ സകലത്തിന്. അവരൊന്നും ധിക്കാരം കൊണ്ട് കയറിയില്ല. എന്നാൽ ഫറവോന്റെ ഉദ്യോഗസ്ഥന്മാർ ചില ദൈവത്തെ ഭയപ്പെടുന്ന, ആ വാക്ക് മനസ്സിലാക്കി, ദൈവത്തെ ഭയപ്പെടുന്നവർ തങ്ങളുടെ കന്നുകാലികൾ എന്ത് ചെയ്തു? തോട്ടിൽ കൊണ്ടുവച്ചു. അവർക്ക് പല നാശം വന്നോ? അപ്പോൾ ഇങ്ങനെ ഈ ദൈവം ഇവിടെ കൂരിട്ട് വന്നു, കൂരിട്ട് അപ്പുറത്തും ഉണ്ടായില്ല. ഇതെല്ലാം തിരിച്ചറിഞ്ഞ കുറെ കൂട്ടര് ഇസ്രായേൽ മക്കൾ അർദ്ധരാത്രിക്ക് പോകുമ്പോൾ പിന്നാലെ പോകുന്നു. ഇവരുടെ പേര സമ്മിശ്ര ജാതി. അവൻ എറിച്ച് ആദ്യം ചോദിച്ചത് ആരാ? ഇസ്രായേല അല്ലല്ലോ. ആരാ ചോദിച്ചത്? അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി. മന്ന തന്നു, ശരി, ഇറച്ചി തരുവാൻ ഇതിന് സാധിക്കും, ഈ ദൈവത്തിന് കഴിയുമോ എന്ന് വെറുത്തു. മറ്റുള്ളവർ അത് ഏറ്റെടുത്തു. എവിടെ ഏത് സഭയ്ക്കകത്തും പ്രശ്നം ആരംഭിക്കുന്നത് കൃപയിൽ വീണതിൽ നിന്നാണ്. ദൈവാത്മാവിനോട് ആലോചന ചോദിക്കാതെ തന്റെ താൽക്കാലിക ബുദ്ധിയിൽ ശരിയുടെ പിന്നാലെ ആളുകളെ കൂട്ടി കൈപ്പുള്ള പേര് മുളപ്പിക്കുന്ന ജഡീകരാണ് ഏത് കാലഘട്ടത്തിലും ഏത് സഭയിലും പ്രശ്നം. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചോളണം. നാം ആത്മാവിനെ, റോമലേഖനം പറയുന്നത് എന്താണ്? അവൻ യോഹന്നാൻ 1:12 പറഞ്ഞു, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാവാൻ അവകാശം കൊടുക്കും. ഓക്കെ, അതൊരു പദവി ദൈവം ഓഫർ ദൈവം വെച്ചു. പക്ഷെ നമ്മൾ എപ്പോഴാണ് എക്സിക്യൂഷൻ നടക്കുന്നത്? എപ്പോഴാണ് നടപ്പിലാവുന്നത്? ആത്മാവിനാൽ നടത്തപ്പെടുന്നവരത്രേ ദൈവത്തിന്റെ മക്കൾ. എപ്പോൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു, നിന്റെ താൽക്കാലിക ഇത്രയും പോലെ ബുദ്ധിക്കകത്ത് ചിന്തിച്ചിട്ട്, വലിയ ദൈവത്തിന്റെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട്, അതിൻ്റെ അകത്ത് പരിമിതമായ നിന്റെ ബുദ്ധിക്കകത്ത് കണ്ട കാര്യങ്ങൾ, ശരി തെറ്റുകൾ പിന്നാലെ പോകുന്നതിന് പകരം ഒരു ദൈവത്തിന്റെ പൈതൽ ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ നിന്ന് കർത്താവേ, അവൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമേറിയ കൈപ്പേറിയ ജീവിതാനുഭവത്തിൽ വന്നപ്പോഴും പരാക്രമം കൂടാതെ, തിക്കുതരുക്ക് കൂടാതെ, ദൈവത്തിന്റെ ദാസനാകുന്ന ദാവീദ്, യഹോവേ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ തലമുറയിൽ ദൈവത്തെ ശുശ്രൂഷ ദാവീദ് ദൈവത്തിന്റെ പുരോഹിതനെ വിളിച്ച് എഫോദ് കൊണ്ടുവന്ന് അതിന് മുമ്പ് മുഴങ്കാൽ മടക്കിക്കൊണ്ട് ചോദിച്ചു, എന്റെ കർത്താവേ, ഭാര്യ മക്കളോ, എന്റെ അപ്പന്മാര് സഹോദരന്മാര് എന്റെ കൂടെയുള്ള എല്ലാവരുടെയും എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ എന്ത് ചെയ്യണം? ദാവീദിന് അറിയില്ലായിരുന്നു. പക്ഷെ ചോദിച്ചത് എന്ത് ചെയ്യണം, പോകണമോ വേണ്ടെന്ന് ചോദിച്ചാൽ അറിയാത്തത് കൊണ്ടല്ല. ഞാൻ ഈ പോകുന്നത് ദൈവഹിതമാണോ? ഇത് ദൈവാത്മാവിന്റെ കീഴിലാണോ? ഇത് ദൈവം എന്നെ അനുവദിച്ചിട്ടുണ്ടോ? അതോ അവർ എന്നേക്കുമായി എന്നിൽ നിന്ന് അകറ്റാൻ ദൈവം ഇട്ട പരിപാടിയാണോ? എങ്കിൽ ഞാൻ പിന്നാലെ പോയാൽ ഞാൻ തോൽക്കപ്പെടുകയില്ലേ? ദൈവമക്കള് എപ്പോഴും ശ്രദ്ധിച്ചോളെ കേട്ടോ. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് സഭയെ സംബന്ധിച്ച് തീരുമാനം എടുക്കുമ്പോൾ 2 വട്ടം ആലോചിക്കണം. എവിടെ നിന്നാ പ്രശ്നം ആരംഭിച്ചത്? ഈ സമ്മിശ്ര ജാതിയിൽ നിന്ന്. ആത്മാവൊക്കെ സഭയിലേക്ക് ഇരിക്കുമെങ്കിലും ഈ ദൈവവചനം സ്വാധീനിക്കുന്നില്ല. കേട്ട പ്രസംഗം ഒരു രൂപാന്തരവും വരുത്തിയിട്ടില്ല. എല്ലാ ഞായറാഴ്ച മറ്റൊരു പള്ളിക്ക് പോകുന്നു, ഞാൻ ഇവിടെ യോഗത്തിന് വരുന്നു. കേൾക്കുന്ന വചനം അകത്ത് രൂപാന്തരം വരുത്താതെ, ഒരു വ്യതിയാനം വരുത്താതെ, ഒരു പുതിയ തീരുമാനങ്ങൾ എടുക്കാതെ, ഒരു പുതിയ സമർപ്പണമില്ലാതെ, തന്റെ ജഡത്തിനനുസരിച്ച്, തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് മനോവികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരെ പരിശുദ്ധാത്മാവും പൗലോസും പറയുന്നു. വാക്യം വായിച്ചത്, ജഡീകന്മാരോടെന്ന പോലെ. ആമേൻ. രണ്ടാമത് ഇവരുടെ പ്രത്യേകത, ഒന്ന് ജഡീകന്മാരാണ്, 2 ഇവരെ പൗലോസ് വിളിക്കുന്നത് എന്താണ്? ശിശു. എന്താ ശിശു എന്ന് പറഞ്ഞാൽ? കഴമ്പില്ല എന്നർത്ഥം. എന്ത് കേട്ട എന്ത് വിശ്വസിക്കും? യേശു പറഞ്ഞിട്ടുണ്ട് ശിശുക്കളെ പോയി വരാൻ. ശിശുക്കൾ അതിൽ നിന്ന് കമ്പയർ ചെയ്യണ്ടേ?
Praise the Lord. Hallelujah. ഇന്ന് പകൽ മനസ്സിലാക്കുക, ശിശു എന്ന് പറഞ്ഞാൽ ആമേൻ പൗലോസ് തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്താണ് ശിശു? പൗലോസിന്റെ പുസ്തകങ്ങളിൽ കാണാൻ കഴിയും ശിശു ആരെ. അല്ല, ശിശു കുടിക്കുന്നത് ഏതാണ്? മുതിർന്നാലോ കട്ടിയാകാരം. നിങ്ങൾ കട്ടിയാകാരം കഴിക്കാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ ഇപ്പോൾ ശിശുക്കൾ എന്ന് പറഞ്ഞാൽ ആത്മീയ മൂല്യങ്ങളെ തിരിച്ചറിയാൻ കഴിവായിട്ടില്ല. ആത്മീകമായി വിവേചിക്കേണ്ടതിനെ വിവേചിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. സ്നാനപ്പെട്ടു എന്ന് ഒരുമിച്ച് പറയാൻ പറ്റില്ല. സ്നാനപ്പെട്ടു എന്നാ പറയാൻ പറ്റൂ. ഒരു പെടലാണ് എന്ന് പകൽ നാം ഏറ്റെടുത്ത കാര്യങ്ങൾ. ഞാൻ ഇന്ന് രാവിലെ പുലർച്ച പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ ആമേ സമാഗമന കൂടാരത്തിലെ ആ പെട്ടകം ആമേൻ അതിൻ്റെ അകത്ത് നിന്റെ സാക്ഷ്യങ്ങളും മോശയോട് പറഞ്ഞു തരുവാനുള്ള സാക്ഷ്യങ്ങളും അതിന് മീതെ ഇസ്രായേലിനോട് സംസാരിക്കുന്ന ആമേ കെരൂബുകളും ആമേ ദൈവത്തിന്റെ തേജസ്സും ആമേൻ ആ തേജസ്സിനെ ചുമക്കുന്ന മഹത്വത്തെ ചുമക്കുന്നതും സാക്ഷ്യം സൂക്ഷിക്കുന്നതുമായ ഒരു ജീവിതമാക്കി എന്നെ മാറ്റണമെന്ന് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എന്നും രാവിലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അതാണ്. എൻ്റെ ജീവിതത്തിലെ പെട്ടെന്നൊരു ക്ഷോഭം വലിയ കാര്യങ്ങൾക്ക് വന്നാൽ ആ മഹത്വം പോകും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് അതിനെ കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അതിനെ കഴിഞ്ഞു. അവനെ പ്രൈസ് വത്സ ചായ തന്ന് ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. ചായ കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സംശയം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവ തേജസ്സും മഹത്വവും നമ്മൾ ഷർട്ട് മാറാൻ പോലെ മാറാൻ പറ്റാണോ? ഡ്രസ്സ് മാറിയില്ല. നമ്മളിപ്പോൾ യോഗത്തിന് വന്ന് നിങ്ങൾ വീട്ടിലിട്ട് ഡ്രസ്സ് ഇട്ടിട്ടല്ലോ, ഇതിന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക ഡ്രസ്സ് ഇട്ടതല്ലേ. ഇതുപോലെ ആ വിപ്രേശലോ സഭായോഗത്തിന് വരുമ്പോൾ ഇതൊക്കെ ചുമന്ന പാട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഇതൊരു വീട്ടിൽ പോയാൽ നമ്മളത് കൂലിയിടും. ഇതിട്ട് നടക്കും. നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് നടക്കുമോ? ഇല്ല. ഇത് മാറ്റി വെക്കും. ഇതേപോലെ അതൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുവയ്ക്കുമോ? പിന്നെ അടുത്ത പ്രാർത്ഥനയ്ക്കോ ഉപവാസ പ്രാർത്ഥനയ്ക്കോ സഭായോഗത്തിനോ വീട്ടു പ്രാർത്ഥനയ്ക്കോ പോകുമ്പോഴാണ് അതൊക്കെ അണിയുന്നത് നമ്മൾ. ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല, ഞാൻ എന്നെ പരിശോധിച്ചത്. അതോ അവ ഈ പെട്ടകം എവിടെയെങ്കിലും ഇരുന്നാൽ ദൈവ തേജസ് അതിനെ വസിക്കുക. എത്ര വരെ? ആമ എന്നും എന്നേക്കും. മരുഭൂമി യാത്ര തീരും വരെ ഇത് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി രക്ഷിതാവും കർത്താവുമായ യേശുവിനെ സ്വീകരിച്ചു. ഈ മഹത്വം എത്ര പ്രാവശ്യം ഇറങ്ങിപ്പോയിട്ടുണ്ടെന്ന് നമ്മുടെ കോപങ്ങൾ കൊണ്ട്, ക്ഷമിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട്, മറ്റുള്ളവരോട് നീരസപ്പെട്ടുകൊണ്ട്, മറ്റുള്ളവരോട് വൈരാഗ്യം സൂക്ഷിച്ചുകൊണ്ട്, വെറുപ്പകത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെടുകയല്ലേ? ധ്യാനിച്ചിരിക്കും ഇല്ല. എട്ടാദ്യമായി വീട്ടിൽ പോയിട്ട് മനുഷ്യപുത്ര ഞാൻ എൻ്റെ ആലയം വിട്ടു പോകേണ്ടതിന് അവർ അതിനകത്ത് ചെയ്യുന്ന തിന്മകളേക്കാൾ അവൻ ആത്മാവിൽ എസ്കേലിൽ കൊണ്ടുപോയിട്ട് ആലയത്തിൽ നിന്ന് വിട്ടുപോയ ദൈവതേജസ്സിനെ കാണിക്കുകയാണ്. ആമേ മനുഷ്യപുത്ര ഞാൻ എൻ്റെ ആലയം വിട്ട് പോകേണ്ടതിന് കൊരിന്ത്യർ ലേഖനം 3:16 6:19 പറയുന്നു, വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നമ്മളാണ് ദൈവത്തിന്റെ മന്ദിരം. ഈ ബോധ്യം ഈ മന്ദിരത്തിനകത്ത് തേജസ് എപ്പോഴും വസിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ദൈവമക്കളെ, ഇത് വസിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ഈ തേജസ് മഹത്വം അത് മിന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയോ, ഞാൻ എന്നെ ഒരു സംസാരിക്കുന്ന കെരൂബുകൾക്കിടയിൽ നിന്ന് ഈ പെട്ടകത്തെ മേൽ ഇരിക്കുന്ന കെരൂബുകളുടെ ചിറകളിൽ ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്നാണ് ദൈവം തന്റെ ജനത്തിനോട് സംസാരിക്കുന്നത്. നീ ദൈവത്തിന്റെ ആലയമാണെങ്കിൽ നിന്റെ ഏത് വിഷയത്തിന് മറുപടി അവിടെയുണ്ട്. നീ മുഴക്കാലൊന്ന് മടക്ക്, നിന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കെ ദൈവം നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തന്ന് നിന്നെ അനുഗ്രഹിക്കും. വിശ്വസിക്കുന്ന സ്തോത്രം പറ. ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം. എന്തിനാ ഇവിടെ എവിടെ നമ്മൾ ഉയർത്തുകാരാണ്? നമ്മുടെ കരങ്ങൾ ഉയർത്തുന്ന ദൈവത്തെ നല്ലോണം ഉറക്കം ശബ്ദത്തോട് പറഞ്ഞ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഈ മക്കൾക്ക് മനസ്സിലായി. അവിടെ വാഴ്ച ഭാഗത്തിൽ വേഗം പോവാം. നമുക്ക് ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ വായിച്ചു ഭക്ഷണമല്ല ആരാണ് എപ്പോഴും ഫീഡിംഗ് ബോട്ടില. ഇപ്പോഴെന്താണ് ഫീഡിംഗ് ബോട്ടില?
ഫീഡിംഗ് ബോട്ടിലെ പാല് കുടിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ പറയണില്ല. Praise the Lord. ആ പാല് കുടിച്ച് ആ ബെഡിൽ കിടക്കുന്ന കുട്ടി എന്തൊക്കെ ചെയ്യും? നിങ്ങൾ ഊഹിച്ചോ? നിങ്ങൾ ചില കുട്ടികളെ കണ്ടവരല്ലേ? ആ കുട്ടി മൂത്രമൊഴിച്ചെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ മെമ്പേഴ്സ് കക്കുസി പോയി വിചാരിക്കുക, അതിന് വല്ല കുട്ടികളും തോന്നുന്നു? കുട്ടിക്ക് വൃത്തിയോട് തോന്നുന്നു? അയ്യോ, അമ്മമ്മീനെ വിളിച്ച അമ്മയെ വേഗം വന്നിട്ട് കഴുകി തരാൻ പറയുമോ? അത് വേണമെങ്കിൽ കൈ കിട്ടുക, അത് പിടിച്ചതെന്ന് അതുകൊണ്ട് അവിടെ ആകെ പേസ്റ്റ് അടിക്കുകയും ചെയ്യും, ഇല്ലേ? ശിശുവിന്റെ ലക്ഷണം പാല് കുടിക്കൽ മാത്രമല്ല, അശുദ്ധിയെ തിരിച്ചറിയാതിരിക്കുന്നത് ശിശുവിന്റെ ലക്ഷണം. മനസ്സിലായോ? എന്നാൽ ഒരൽപ്പം മുതിർന്നാലോ അത് കണ്ടാ കുട്ടി ഓടും. ഇന്ന് പകൽ മനസ്സിലാക്കുക, പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ കൊരിന്ത്യയിലുള്ള സഭയെ വിളിക്കുന്നത്, ആമേൻ, നിങ്ങൾ ജഡീകന്മാരും ശിശുക്കളെ പോലെ കട്ടി ആഹാരം കഴിക്കാത്ത, ആമേൻ, മലർന്നു കിടന്ന് കുപ്പിപ്പാല് കഴിക്കുന്ന, പാല് കുടിക്കുന്ന പരിവാണെന്നാണ്. ഇത് ഏതിന്റെ സഭയെ കുറിച്ചാണ് പറയുന്നത്? താൻ നേരിട്ട് സ്ഥാപിച്ച സഭയെ കുറിച്ച്. താൻ സ്ഥാപിക്കാത്ത സഭയെ കുറിച്ചോ അവരെ കുറിച്ച് എത്ര പ്രശംസയോടെ പറയുന്നു. ഈ വിമർശനങ്ങളും ഇത് പറയണമെങ്കിൽ ഒരു കർത്താവിന്റെ ആത്മാവ് ഉള്ളിൽ വരണം, ക്രിസ്തു സ്വഭാവം നമുക്ക് വരണം. ഇല്ലെങ്കിൽ ആമേ പ്രൈസ് ആമേ. ഞാൻ പണ്ട് വായിച്ചിട്ടൊരു നോവലുണ്ട്, എൻ്റെ മകനാണ് ശരി, എൻ്റെ മകനാണ് ശരി. രണ്ട് കുട്ടികൾ പോയിട്ട് കുരുത്തക്കേട് കാണിച്ചു, രണ്ടുപേരും തുല്യ പങ്കാളിത്തോടെ ചെയ്തു. അപ്പോൾ ഒരമ്മയ്ക്ക് തോന്നി, എൻ്റെ മോൻ അവന്റെ കൂടെ നടന്നിട്ട് ഈ സ്വഭാവം നടക്കാതിരുന്നു. അപ്പൊ എൻ്റെ മോൻ ശരിയാണ്, എൻ്റെ മോൻ കുറ്റമൊന്നുമില്ല. ഇപ്പൊ എൻ്റെ മോൻ കുറ്റം ചെയ്യാൻ കാരണം എന്താണ്? എൻ്റെ മോൻ കുറ്റം ചെയ്യാൻ എന്താ കാരണം? അവന്റെ കൂടെ നടന്നത് അല്ലേ? അപ്പൊ എൻ്റെ മോൻ ശരിയും അത് കുറ്റക്കാരനാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഞാൻ നിന്നോട് ചോദിച്ചോട്ടെ, അവൻ നമ്മളെല്ലാം എങ്ങനെയല്ല പറയാ? അവന്റെ കൂടെ നടന്നിട്ടാണ്. എന്റെ അവൻ നന്നാവാൻ ഞാൻ നിന്റെ മോന്റെ കൂടെ നടന്നിട്ട്, മോളുടെ കൂടെ നടന്നിട്ട്, നിന്റെ മോന്റെ കൂടെ നടന്നിട്ട്, നിന്റെ മോളുടെ കൂടെ നടന്നിട്ട്, നിന്റെ കുട്ടിയുടെ സ്വഭാവം എന്റെ അവരിലേക്ക് പോകാന് അത് ചിന്തിക്കാറുണ്ടോ നമ്മളെല്ലാവരും? നമ്മൾ എന്റെ മോൻ ശരി, അവരൊക്കെ തെറ്റ്. കർത്താവേ, എന്റെ മോന്റെ അറിവിൽ ആരും ക്ഷമിക്കുകയും അവന്റെ പാപത്തിൽ ശിക്ഷിക്കുകയും ചെയ്യണം. ഇതൊക്കെയല്ലേ നമ്മുടെ പ്രാർത്ഥന ശൈലി. മനസ്സിലായോ? ഇന്ന് പല ദൈവമക്കൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാ. എന്തുകൊണ്ട് നമ്മുടെ മക്കളിലേക്ക് നന്മ കയറുന്നില്ല? നമ്മളെ വിശ്വസിച്ച തിമോഥെയോസിന്റെ ലേഖനം എടുക്കുക. തിമോഥെയോസിനെ പൗലോസ് പ്രശംസിച്ച് ദൈവത്തെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുമ്പോൾ പറയുന്നു, നിർവ്യാജ വിശ്വാസം. നിർവ്യാജ വിശ്വാസം എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്ത വിശ്വാസം നിന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടത് നിന്നിലല്ല, ആദ്യം കണ്ടത് നിന്നിലല്ല, നിന്റെ വലിയമ്മ ലോവീസിലും നിന്റെ അമ്മ യൂനീക്കയിലും തലമുറ കൈമാറി ഇതേ നിർവ്യാജ വിശ്വാസമുണ്ട്. തലമുറയ്ക്ക് അവനെ കൈമാറ്റം ചെയ്യാൻ നിർവ്യാജ വിശ്വാസം നമ്മുടെ അകത്തുണ്ടോ? എന്റെ അപ്പനെ പോലെ ആകണം, എന്റെ അമ്മയെ പോലെ ആകണമെന്ന് നമ്മുടെ മക്കൾ കൊതിക്കുമോ? കൊതിക്കണ്ട്. അതല്ലേ ജീവിതത്തിന്റെ മാതൃക. ഒരിക്കലൊരു സഹോദരൻ ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചു, ഒരു യാക്കോബക്കാരൻ മീറ്റിങ്ങിലാണ് പ്രസംഗിച്ചത്. ഞാൻ ശക്തമായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുകയും അവനെ അനുസരിച്ച് ജീവിക്കുകയും ദൈവത്തിന്റെ ആത്മാവിനാലും ദൈവത്തിന്റെ വചനപ്രകാരം ക്രമീകരിച്ച് ആമേ വചനത്തിന്റെ വെളിപ്പാടോടുകൂടി സ്നാനപ്പെട്ട് ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നിബന്ധന വയ്ക്കുന്ന ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കാറില്ല. എന്നുപോലെ ചിലർ വിളിക്കും, അവർ പറയും സ്നാനം പറയാൻ പാടില്ലെന്ന്. ഞാൻ പറഞ്ഞു ഒരാളെ വിളിച്ചോളാൻ പറയും. ദൈവം പറഞ്ഞത് എന്തോ ഞാൻ പറയും, കേൾക്കാൻ മനസ്സിലെങ്ങനെ. എനിക്ക് നിർബന്ധത്തിൽ എന്നെ വിളിക്കണമെന്ന്, എനിക്ക് നിങ്ങളെ വിളിക്കണമെന്ന് പ്രസംഗിച്ചിട്ട് പ്രശസ്തനാവൊന്നും വേണ്ട. ഹല്ലേലൂയ. ഇവിടെ എനിക്ക് സ്വാതന്ത്ര്യം തന്നതുകൊണ്ട് ഞാനത് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു എഞ്ചിനീയർ, പേര് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാവുന്ന ഒരു എഞ്ചിനീയർ എന്റെ അടുക്കെ വന്നു. എന്നോട് പറഞ്ഞു, പക്ഷേ നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു, എനിക്ക് നിങ്ങളൊരു മാതൃകയൊന്നുമല്ല, പെന്തക്കോസ്തുകാർ മാതൃകയൊന്നുമല്ല. ഞാൻ പറഞ്ഞു, സഹോദര, നീ കണ്ടത് അങ്ങനത്തെവരെയായിരിക്കും, നല്ലവരുണ്ട്, ഇഷ്ടംപോലെ. ഞാൻ ചോദിച്ചു, യാക്കോബായ പള്ളി 100 എണ്ണത്തിൽ ഒരു 10 പേര് നല്ലതായി ജീവിക്കുന്നുണ്ടായിരിക്കാം, ഇല്ലേ?
100 യാക്കോബായ പള്ളിയിലോ മർത്തോമ പള്ളിയിലോ സീസോ പള്ളിയിലോ ആമേൻ ഈ പറഞ്ഞ പോലെ നല്ല ഞങ്ങളുടെ ഇടയിൽ നല്ലവരുണ്ട് ഉണ്ടെന്ന് സമ്മതിക്കുന്നു. ഞാൻ ഇല്ലെന്ന് പറയില്ല. ഏത് സമുദായത്തിലും നല്ലവരുണ്ട്. പക്ഷേ നിങ്ങളുടെ സമുദായത്തിൽ ഒരു 10, 20, 25% 100-ൽ ഞങ്ങളുടെ ഇടയിൽ 100-ൽ 90-95 നല്ലതെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയും. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. തെറ്റുള്ളവരെ അവൻ അശുദ്ധ നമ്മുടെ ഇടയിൽ ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വചനം പറയുന്നുണ്ട്. അപ്പോൾ ആമേൻ അവരുടെ ഇടയിൽ 25% ഇരിക്കുമ്പോൾ നമ്മിലൊരു 90% ദൈവത്തെ ആരാധിക്കുന്നവർ തന്നെയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ല അദ്ദേഹം പോയി. എന്നോട് ഉത്തരം പറയാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം വിട്ടുപോയി. 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാമേ പോസ്റ്റിൽ ഒരു കത്ത് വന്ന് 8 പേജിലെ കത്ത് ഇന്നും എന്റെ കയ്യിലിരിപ്പുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, എന്റെ അപ്പച്ചൻ പെന്തക്കോസ്തുകാരൻ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടിയാണ്. പക്ഷേ എന്റെ അപ്പച്ചൻ അമ്മച്ച് സ്നാനപ്പെടുന്നതാണെങ്കിലും എന്റെ അമ്മയുടെ മരണം വരെ എന്റെ അമ്മ സ്വസ്ഥത അനുഭവിച്ചിട്ടില്ല. എന്ത് നല്ല മാതൃക മക്കൾക്ക് അപ്പനെ കുറിച്ച് പറയാൻ. പിന്നെ എന്റെ അപ്പൻ ഒരു വലിയ കള്ളനും കൂടിയാണ്. നിങ്ങളുടെ ഇടയിലൊക്കെ സഭയിൽ വന്നിട്ട് നമ്മുടെ അല്ലാട്ടോ നമ്മുടെ സ്ഥലത്തെ ആളല്ല. അവൻ വലിയ വലിയ ഘോരം പ്രസംഗിക്കുന്നതിന്റെ അപ്പനെ നിങ്ങൾക്ക് അറിയണോ? ഞങ്ങളുടെ വീട്ടിലെ അടുപ്പിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അടുപ്പ് തീ കൂട്ടുന്നല്ല, ഹീറ്ററിലാണ് വെക്കുന്നത്. ഹീറ്ററില് സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ അതിന് മുമ്പേ അപ്പച്ചൻ പറയും, ആമേ ഒരു സ്റ്റൂളെടുത്ത് വന്നിട്ട് എന്നോട് പറയും ആ സ്റ്റൂള് പിടിക്കാൻ, സ്റ്റൂളിലെ കാല് പിടിക്കാൻ പറയും. എന്തിനാ അപ്പച്ചൻ താഴേക്ക് വീഴാതിരിക്കാനാ. അപ്പച്ചൻ എന്താ ചെയ്യുന്നത് അറിയുമോ? ഇന്ന് കാലത്ത് ഇല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ നെഗറ്റീവ് കിട്ടും, ഒരു കറുത്തൊരു സ്ലിപ്പ് പോസ്റ്റ് സ്റ്റാമ്പ് പോലത്തെ. ഈ ആമേ നെഗറ്റീവ് കൊണ്ടുവന്നിട്ട് ആ മീറ്ററിന്റെ അന്നത്തെ മീറ്റർ ഇങ്ങനെ കറങ്ങണ സാധനമില്ല, എന്റെ അടിയോടെ ചക്രം തിരിയും. ഇപ്പോഴൊന്നല്ല ഇലക്ട്രോണിക്സ്. അപ്പൊ ഇദ്ദേഹം ഇതിന്റെ ചെറിയൊരു ഗ്യാപ്പിലൂടെ ഈ ഫിലിം കയറ്റും. ഈ ഫിലിം കയറ്റി കൊണ്ടിട്ട് ആ ചക്രത്തിന്മേൽ പോയി സ്റ്റോക്ക് അവിടെ വെച്ച് ലോക്കാവും. അപ്പൊ പിന്നെ ഈ ചക്രം തിരിയില്ല. ഈ ചക്രം തിരിഞ്ഞാലല്ലേ യൂണിറ്റ് മനസ്സിലാക്കാൻ പറ്റൂ. അത് കഴിഞ്ഞ് അമ്മ പറഞ്ഞു വിടാം, എല്ലാവരും കുളിച്ചു, വെള്ളം ചൂടാക്കി, എല്ലാ കുശാൽ കാര്യങ്ങള് വേഗം കഴിഞ്ഞു. അമ്മ പറഞ്ഞാൽ ചൂടുമ്പോ വീണ്ടും കയറി അതെടുത്തു. ഈ ആളുകൾക്ക് നിങ്ങളുടെ സഭയിൽ തിരുവത്താഴം ഉണ്ടായിരുന്നു. എന്റെ പിതാവ് നിങ്ങളുടെ ഒരു സഭയിൽ വലിയ ഉപദേഷ്ടാവുമായിരുന്നു. ഈ വിശ്വാസത്തിലേക്കാണോ നിങ്ങൾ എന്നെയും കൂടെ വിളിച്ചതെന്ന് എന്നോടൊരു ചോദ്യം. ഞാൻ ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല എനിക്ക്. ഞാൻ പറഞ്ഞു അതിലേക്കല്ല വിളിച്ചത്, നിങ്ങളുടെ പിതാവിനെ പോലെ ആകാനല്ല. ഞങ്ങൾക്കിടയിൽ നിങ്ങൾ വ്യക്തിപരമായി പരിചയപ്പെട്ടാൽ കർത്താവിന് വേണ്ടി ജീവിച്ചു മരിക്കുന്ന ആയിരങ്ങളുണ്ട്. അവരെ പോലെ ആകാനാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇന്ന് പകരം മക്കൾ മനസ്സിലാക്കുക, വീട്ടിന്റെ അകത്തെ വാക്കുകളും വീട്ടിന്റെ അകത്തതായ നോട്ടങ്ങളും ആമേൻ പ്രൈസ് ഹല്ലേലൂയ സംസാരങ്ങളും നിന്റെ മക്കളെ നേടാനായിരിക്കട്ടെ. അതുകൊണ്ട് നാവിന് പരിച്ഛേദന ഇട്ടുകൊള്ളുക, കണ്ണിന് പരിച്ഛേദന ഇട്ടുകൊള്ളുക. നിന്റെ മക്കളെ നിനക്ക് നേടണമെങ്കിൽ ആമേൻ തിമോഥെയോസിനെ ആമേൻ അവന്റെ വലിയമ്മ ഓഫീസിൽ നിന്ന് ആരംഭിച്ച യൂണിക്കലൂടെ തന്നിലേക്ക് കടന്നു വന്ന വിശ്വാസം നീ മനസ്സിലാക്കണം. ഒരു പ്രത്യേക കാര്യം കൂടെ മനസ്സിലാക്കണം. തിമോഥെയോസിന്റെ അപ്പൻ യഹൂദനല്ലായിരുന്നു കേട്ടോ. തിമോഥെയോസിന്റെ അപ്പൻ ആരായിരുന്നു? ഒരു യവനനായിരുന്നു, ദൈവജനത്തോടായിരുന്നു. എന്നിട്ടും അവനെ ക്രിസ്തുവിൽ വളർത്തി. ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? നിന്റെ തലമുറയ്ക്ക് യോഗ്യമായൊരു ജീവിതം നിന്നിലൊന്ന് കാണട്ടെ. പൗലോസ് വിമർശിക്കുന്ന അവിടെയാണ്. ഞാൻ പിന്നീട് നോട്ട്സ് വരുമ്പോൾ നിങ്ങൾ വായിക്കുക. നമ്മുടെ സമയം കഴിഞ്ഞല്ലോ. ആ രണ്ടാമത്തത് ഒന്ന് അവരുടെ ഭിന്നപക്ഷങ്ങൾ. ഈ 1-ാം അധ്യായം 11 മുതൽ 13 വരെയും 3-1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വീട്ടിൽ പോയി ധ്യാനിക്കണം. മുകളിൽ എഴുതിയിട്ടുണ്ട്, സ്ക്രീനിലുണ്ട്, നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അടുത്തത് ഒരു കാര്യം കൂടെ പറയുക. 5-1 മുതൽ 1-2 വാക്യങ്ങൾ കൂടെ വായിച്ചു. 1 കൊരിന്ത്യർ 5:1-2 വാക്യം. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് മതി. ബാക്കി വായിച്ചാൽ നല്ല വായിക്കാൻ പറ്റിയ കാര്യമല്ല. അവിടെ നിങ്ങളുടെ ഇടയിൽ എന്തുണ്ട്? അപ്പൊ ഒന്നാമത് എന്തുണ്ട്? ഭിന്നപക്ഷങ്ങൾ, ഗ്രൂപ്പുകൾ, അവരെ തമ്മിൽ ശണ്ട. 2 ദുർനടപ്പ്. ഇത് എവിടെയാ നടക്കുന്നതെല്ലാം? ദൈവത്തിന്റെ സഭയിൽ പേര് പറയുന്ന ആമേ അന്യഭാഷയും വെളിപ്പാടും ദൃശ്യമൊക്കെ ഉണ്ടെന്ന് പറയുന്നവരുടെ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ബേഥേലിലേക്ക് പോകരുത്, ഗിൽഗാലിനെ വിളിക്കരുത്, ആശ്രയിക്കരുത്. ഓരോരുത്തരും താങ്കളുടെ ദൈവത്തോട് അപേക്ഷിക്കട്ടെ. ഇന്ന് പകൽ മറ്റൊരുത്തരും നോക്കിയാൽ നീ മുന്നോട്ട് പോകുകയില്ല. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, അങ്ങും ഇന്ന് നോക്കിയാൽ നീ മുന്നിൽ പോയില്ല. അവയെ പങ്കമില്ലാതെ ഓടിയാൽ വീണ്ടും പ്രാപിക്കാം. നമ്മുടെ ഉള്ളിൽ
അമേൻ പരദേശി മോക്ഷയാത്രയിലേക്ക് ശനിയെ പോലെ ജീവനെ ജീവനെ നിത്യജീവനെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറം ഇപ്പുറം നോക്കാതെ അവിടെ എന്തുണ്ടോ ഇവിടെ എന്തുണ്ടോ നമുക്കൊന്നും നോക്കാതെ നമ്മുടെ ലക്ഷ്യം മുന്നിലോട്ട് മാത്രം വെച്ചുകൊണ്ട് വിശുദ്ധിയോടെ ആ നിർമ്മലതയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരണമെന്നും അവിടെ കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് അവനെ പ്രതിഫലം ഏറ്റുവാങ്ങണമെന്നും അവനുമായി കാര്യം തീർക്കുന്ന നാളിൽ എന്റെ കാര്യം വെളിപ്പെട്ടിരിക്കുമെന്നും പൗലോസിനെ പോലെ ഓട്ടം തീർത്തു അവയെ പൊരുതി തീർത്തു വിശ്വാസം കാത്തുന്നതിന് ഉത്തമ ബോധത്തോടെ കിരീടത്തിന് കൈവയ്ക്കുവാൻ അവൻ കൈയിട്ടുവാൻ പ്രാപ്തരും യോഗ്യരുമായി തീരുവാൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ,